99% പോലും ഇല്ല, 100% പറഞ്ഞു കൊടുക്കണം. ഇത് പറഞ്ഞു കൊടുക്കാൻ നേരത്തെ ഒരു ചോദ്യം വരും, അപ്പോൾ നമ്മൾ പൈസ വാങ്ങിക്കാൻ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുന്ന? രസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 100% പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ആക്ച്വലി ആ ക്ലയൻറ്റിൻ്റെ ട്രസ്റ്റ് നമ്മളുമായിട്ട് ബിൽഡ് ആവുന്നത്. അപ്പോൾ അവർക്കറിയാം മറ്റൊരാൾ പൈസ വാങ്ങിക്കുന്ന സാധനം നമ്മൾ ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഞാനും അലക്സ് ഹോർമോസിയുടെ വലിയൊരു ഫാനാണ്. പുള്ളി പറയും നമ്മൾ കോമ്പറ്റീഷനെ തോപ്പിക്കണമെങ്കിൽ അവരെത്ര ചാർജ് ചെയ്യുന്നതെന്ന് നോക്കുക, ആ സാധനം നമ്മൾ ഫ്രീ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. സിമ്പിൾ ആസ് ദാറ്റ്. ഇതാണ് അതിൻ്റെ ഒരു പിന്നിലുള്ള കാര്യം എന്നൊന്നും അറിയാണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അറിയുന്ന കാര്യം പറഞ്ഞു കൊടുക്കുക. എനിക്കത് ഫീൽ ചെയ്തായിരുന്നു വിപിൻ്റെ അടുത്ത്. ഇപ്പോൾ വിപിൻ എൻ്റെ അടുത്ത് ട്രയൽ റീൻ്റെ കാര്യം പറഞ്ഞു ഓർമ്മയുണ്ടാവും. വിപിൻ എൻ്റെ അടുത്ത് പറയുന്നതിന് ഒരു ഫ്യൂ ഡേയ്സ് ആണ് ഞാനത് ഫിഗർ ഔട്ട് ചെയ്തത്, ഏത് ഒരു റീലിൽ കൂടെ. എൻ്റെ അടുത്ത് വേറെ ആരും അത് പറഞ്ഞു തന്നിട്ടില്ല. എനിക്ക് വിപിൻ കോൾ ചെയ്തപ്പോൾ വിപിൻ എൻ്റെ അടുത്ത് അത് പറഞ്ഞു തന്നു, ട്രയൽ റീലാണ് ഇപ്പോൾ ചെയ്യേണ്ടത്, അങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് എന്ന് എനിക്ക് വിപിൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഓക്കെ വിപിൻ അത് പറഞ്ഞൊന്നും മടിച്ചില്ല. അങ്ങനെ അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. അത് കിട്ടിക്കഴിയാൻ നേരത്തെ രസം. പിന്നെ പൈസയല്ല, നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്കൊരു അഡിക്ഷനായി മാറുന്നത്. ഇപ്പൊ തന്നെ ഞാനിപ്പോൾ ഈ അംസലിന്റെ കാര്യം പറഞ്ഞ എനിക്ക് ഓരോരുത്തർക്ക് റിസൾട്ട് കിട്ടുന്ന കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് പൈസയെ കാട്ടിയും ഭയങ്കര അടിപൊളിയാണ്.